അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അഷ്കാലുൽ ഹുറൂഫിൻ്റെ പാർട്ട് 2 ആണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ അഷ്കാലുൽ ഹുറൂഫിൻ്റെ പാർട്ട് 1 ആയിരുന്നു. ആ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ബാ മുതൽ ഹോ വരെയുള്ള അക്ഷരങ്ങൾ എഴുതുമ്പോൾ വരുന്ന മാറ്റങ്ങളാണ്. അഷ്കാലുൽ ഹുറൂഫ് അഥവാ ലെറ്റർ ഷേപ്സ്, അറബി അക്ഷരങ്ങൾ എഴുതുമ്പോഴുള്ള വിവിധ രൂപങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ അക്ഷരം ഏതാണെന്ന് നോക്കാം. ഫസ്റ്റ് ലെറ്റർ വരുന്നത് ദാലാണ്. ദാൽ. ഈ ദാലിനൊരു പ്രത്യേകത ഉണ്ട്. ദാലിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് മുൻവശത്ത് ഏത് ലെറ്ററും ചേർത്ത് നമുക്ക് എഴുതാം. പക്ഷെ ദാല് കഴിഞ്ഞിട്ട്, ദാലിൻ്റെ ബാക്ക് ഭാഗത്ത് ദാല് കഴിഞ്ഞിട്ട് ഒരക്ഷരവും അതിനോട് ചേർത്ത് എഴുതാൻ നമുക്ക് കഴിയില്ല. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം, അപ്പം നമുക്ക് മനസ്സിലാവും എന്താണ് പറഞ്ഞതെന്ന്. അപ്പോൾ ദാല് ഫ്രണ്ടിൽ ഫസ്റ്റ് വരുന്ന അക്ഷരം ദൽവ്. ഓക്കെ, അവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ ദാല് കഴിഞ്ഞിട്ടുള്ള അക്ഷരം ആ ദാലിനോട് ചേർത്ത് എഴുതിയിട്ടില്ല, അങ്ങനെ എഴുതാൻ പാടില്ല. ഓക്കെ, ഇനി ദാല് സെൻറ്ററിൽ വരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ദാല് സെൻറ്റർ ലിഫ് ദ്യാൽ. ശ്രദ്ധിച്ചല്ലോ, ദാലിന് ശേഷമുള്ള അക്ഷരം അതിന് ചേർത്ത് എഴുതിയിട്ടില്ല, ലിഫ് ദ്യാൽ. ഓക്കെ, നെക്സ്റ്റ് ദാല് ലാസ്റ്റ് വരുമ്പോൾ അബ്ദ്. അബ്ദ്. ഓക്കെ, അപ്പം ഇനി ദാല് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലെറ്റർ ഏതാണെന്ന് നോക്കാം. നെക്സ്റ്റ് ലെറ്റർ ദാൽ. ദാൽ. ഓക്കെ, ദാൽ ഫസ്റ്റ് വരുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക? ദാൽ ദജാജ. ദജാജ. ഓക്കെ, ഇനി ദാൽ സെൻറ്ററിൽ വരുമ്പോൾ ബസർ. ബസർ. അത് ദാലിമൽ റോ ചേർത്ത് എഴുതിയിട്ടില്ല, ശ്രദ്ധിച്ചല്ലോ. ഓക്കെ, ബസർ. ഓക്കെ, നെക്സ്റ്റ് ദാല് ലാസ്റ്റ് വരുമ്പോൾ ഉസ്താദ്. ഉസ്താദ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ലെറ്റർ ഏതാ നോക്കാം നമുക്ക്. നെക്സ്റ്റ് ലെറ്റർ റോ. 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 ഓക്കെ, ഈ റോയിനും ദാലും പറഞ്ഞ പോലെ തന്നെയാണ്. റോൻ്റെ ശേഷം ഒരു ലെറ്റർ അതിനോട് ചേർത്ത് എഴുതാൻ പാടില്ല. ഓക്കെ, നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. റസ്. കണ്ടല്ലോ, ആ റാനോട് അലിഫ് ചേർത്ത് എഴുതിയിട്ടില്ല. ഓക്കെ, റസ്. ഇനി റോ സെൻറ്ററിൽ വരുമ്പോൾ എങ്ങനെയാണ് നോക്കാം. ഷെജറത്ത്. ഇവിടെയും അതേപോലെ തന്നെ റോൻ്റെ ഫ്രണ്ടിൽ നമ്മൾ അക്ഷരങ്ങൾ ചേർത്ത് എഴുതിയിട്ടുണ്ട്. റോ കഴിഞ്ഞിട്ടുള്ള അക്ഷരം നമ്മൾ അതിനോട് ചേർത്ത് എഴുതിയിട്ടില്ല, അങ്ങനെ എഴുതാൻ കഴിയൂല. ഓക്കെ, ഷെജറത്ത്. ഇനി റോ ലാസ്റ്റ് വരുമ്പോൾ മത്വാർ. ഓക്കെ, മത്വാർ. ഇനി അടുത്ത ലെറ്റർ ഏതാ നോക്കാം. സായ്. ദാലും റോവും പറഞ്ഞ പോലെ തന്നെയാണ് സായും. സായിൻ്റെയും ബാക്കിൽ ഒരക്ഷരം നമുക്ക് ചേർത്ത് എഴുതാൻ കഴിയൂല. സായ്. സെയ്ത്ത്. ഓക്കെ, സെയ്ത്ത്. സ ഫസ്റ്റ് വരുമ്പോൾ സെയ്ത്ത്, അവിടെ യാ എന്നുള്ള അക്ഷരം ആ സാമ നമ്മൾ ചേർത്ത് എഴുതിയിട്ടില്ല. ഇനി സ സെൻറ്ററിൽ വരുമ്പോൾ അസാൽ. ഓക്കെ, അസാൽ. ഇനി സായ് ലാസ്റ്റ് വരുമ്പോൾ ഫായിസ്. ഫായിസ്. ഇനി നെക്സ്റ്റ് ലെറ്റർ ഏതാ നോക്കാം നമുക്ക്. നെക്സ്റ്റ് ലെറ്റർ സീൻ. ഏതാണ്? സീൻ. ഈ സീൻ എങ്ങനെയാണ് ഫസ്റ്റ് വരുമ്പോൾ എന്ന് നമുക്ക് നോക്കാം. സാമക്ക്. കണ്ടോ, ആ സീനിൻ്റെ കുഴിഞ്ഞിരിക്കുന്ന ഭാഗം മുഴുവനായിട്ടും കട്ട് ചെയ്ത് അതിനോട് അടുത്ത ലെറ്റർ ചേർത്ത് എഴുതുകയാണ് ചെയ്തിട്ടുള്ളത്. സാമക്ക്. ഓക്കെ, ഇനി സീന് സെൻറ്ററിൽ വരുമ്പോൾ എങ്ങനെയാണ് നോക്കാം നമുക്ക്. മസ്ജിദ്. കണ്ടോ, ആ സീന് നേരത്തെ ചെയ്തതുപോലെ തന്നെ അതിൻ്റെ ഫസ്റ്റ് ഭാഗം മുഴുവനായിട്ടുണ്ടാകും, ലാസ്റ്റ് ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് ഫ്രണ്ടിലത്തെ അക്ഷരം ഫ്രണ്ടിലും ചേർത്ത് ബാക്കിലെ അക്ഷരം ബാക്കിലും ചേർത്താണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സീനിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് അക്ഷരം ചേർത്ത് എഴുതാൻ കഴിയും. ഇനി സീന് ലാസ്റ്റ് വരുമ്പോൾ എങ്ങനെ എഴുതുക? മലാബിസ്. കണ്ടോ, മലാബിസ്. ആ സീന് മുഴുവനായിട്ടും അവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ലെറ്റർ ഏതാ നോക്കാം. അടുത്ത ലെറ്റർ ഷീൻ. ഷീൻ. ഷീന് ഫസ്റ്റ് വരുമ്പോൾ എങ്ങനെ എഴുതുക? ഷംസ്. ഷംസ്. കണ്ടല്ലോ, ഷംസ്. ആ സീന് ചെയ്ത പോലെ തന്നെയാണ് ഷീനും. ആ കുഞ്ഞിരിക്കുന്ന ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കി അതിനോട് അടുത്ത അക്ഷരം ചേർത്ത് എഴുതുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഷീന് സെൻറ്ററിൽ വരുമ്പോൾ ഹഷർ. ഹഷ്റത്ത്. ഹഷ്റത്ത്.
കണ്ടല്ലോ, ആ ഷീനിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും അക്ഷരങ്ങൾ നമുക്ക് ചേർത്ത് എഴുതാം. ഹഷ്റത്ത്. ഓക്കെ, ഇനി ഷീന് ലാസ്റ്റ് വരുമ്പോൾ അത്വഷ്, അത്വഷ് കണ്ടോ, ഷീന് മുഴുവനായിട്ടും അവിടെ എഴുതിയിട്ടുണ്ട്. ഇനി അടുത്ത ലെറ്റർ സ്വാദ്. അടുത്ത ലെറ്ററാണ് സ്വാദ്. ഇനി സ്വാദ് ഷീന് പോലെ തന്നെ ആ കുനിഞ്ഞിരിക്കുന്ന ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടാണ് നമ്മൾ എഴുതുക. കണ്ടല്ലോ, സ്വയ്യാദ, സ്വയ്യാദ. അതിൻ്റെ കുനിഞ്ഞിരിക്കുന്ന ഭാഗം കട്ട് ചെയ്ത് അതിനോട് ബാക്കി ഭാഗം ചേർത്ത് എഴുതുകയാണ് ചെയ്തിട്ടുള്ളത്. സ്വയ്യാദ. ഇനി സ്വാദ് സെൻറ്ററിൽ വരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ബസ്വൽ. കണ്ടല്ലോ, ആ സ്വാദിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് എന്ത് ചെയ്യാം, അക്ഷരങ്ങൾ ചേർത്ത് എഴുതാം. ബസ്വൽ. ഇനി സ്വാദ് ലാസ്റ്റ് വരുമ്പോൾ എങ്ങനെയാണ് എഴുതാൻ പറ്റുക. കമീസ്, കൊമീസ്. കണ്ടല്ലോ, ആ സ്വാദ് മുഴുവനായിട്ട് നമ്മളവിടെ എഴുതിയിട്ടുണ്ട്. കൊമീസ്. ഇനി അടുത്തത് ലോദ്. അടുത്ത ലെറ്റർ ലോദ്. ഓക്കെ, ലോദ് വെച്ചിട്ട് തുടങ്ങുന്ന ഫസ്റ്റ് ലെറ്റർ ലൊയ്ഫ്. കണ്ടല്ലോ, സ്വാദിൻ്റെ അതേപോലെ തന്നെയാണ് ലോദും. ഓക്കെ, ലൊയ്ഫ്, ലൊയ്ഫ്. ഓക്കെ, ഇനി ലോദ് എന്നുള്ള അക്ഷരം സെൻറ്ററിൽ വരുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഹുദ്വാറ, ഹുദ്വാറ. കണ്ടല്ലോ, ഹുദ്വാറ. ആ ലോദിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് അക്ഷരങ്ങൾ ചേർത്ത് എഴുതാം. ഹുദ്വാറ. ഇനി അബിയല്, അബിയല്. കണ്ടോ, ലോദ് മുഴുവനായിട്ട് എഴുതിയിട്ടുണ്ട്. ലാസ്റ്റ് വരുമ്പോൾ അബിയല്. ഓക്കെ, ഇനി അടുത്ത ലെറ്റർ തോ, തോ. തോ ഫസ്റ്റ് വരുമ്പോൾ എങ്ങനെ എഴുതുക. തൊബീബ്. കണ്ടോ, തോ എന്നുള്ള അക്ഷരം മുഴുവനായിട്ടും എഴുതിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ബാക്കിയുള്ള ലെറ്റേഴ്സ് ചേർത്ത് എഴുതാണ് ചെയ്തിട്ടുള്ളത്. തൊബീബ്. ഓക്കെ, ഇനി തോ സെൻറ്ററിൽ വരുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. മത്വർ. കണ്ടോ, ആ തോ മുഴുവനായിട്ട് എഴുതിയിട്ടുണ്ട്. ഫ്രണ്ടിലെ അക്ഷരം ഫ്രണ്ടിലും ബാക്കിലുള്ള അക്ഷരം ബാക്കിലും ചേർത്ത് എഴുതിയിട്ടുണ്ട്. തോക്ക് ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല. തോ അതുപോലെ തന്നെ അവിടെ ഉണ്ട്. ഓക്കെ, ഇനി തോ എന്നുള്ള അക്ഷരം ലാസ്റ്റ് വരുമ്പോൾ എങ്ങനെയാണ് നോക്കാം. മൊഹീത്വം. കണ്ടല്ലോ, ആ തോ എന്നുള്ള അക്ഷരം അതുപോലെ അവിടെ ഉണ്ട്. ഫ്രണ്ടിലുള്ള അക്ഷരം ഫ്രണ്ടിൽ ചേർത്തിട്ടുണ്ട്. ലാസ്റ്റിൽ ഇത് ലാസ്റ്റ് ലെറ്റർ ആയതുകൊണ്ട് ലാസ്റ്റ് നമ്മളൊന്നും ചേർക്കുന്നില്ല. മൊഹീത്വം. ഓക്കെ, ഇനി അടുത്ത ലെറ്റർ ലാ, ലാ. ഓക്കെ, തോ പോലെ തന്നെയാണ് ലാഉം. ഓക്കെ, ലാ എങ്ങനെയാണ് ഫസ്റ്റ് ലെറ്ററായി വരുമ്പോൾ ലഹർ, ലഹർ. കണ്ടല്ലോ, ലഹർ. ഓക്കെ, ഇനി സെൻറ്ററിൽ വരുമ്പോൾ എങ്ങനെയാണ് നല്ലാഫത്ത്, നല്ലാഫത്ത്. കണ്ടല്ലോ, ഫ്രണ്ടിലെ അക്ഷരം ഫ്രണ്ടിലും ബാക്കിലെ അക്ഷരം ബാക്കിലും ചേർത്തിട്ട് അല്ലാക്ക് ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല. നല്ലാഫത്ത്. ഇനി ലാ എന്നുള്ള അക്ഷരം ലാസ്റ്റ് വരുമ്പോൾ മുലാഹല്ല, മുലാഹല്ല. ഓക്കെ, അല്ലാക്ക് ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയും അക്ഷരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത പാർട്ടിൽ, പാർട്ട് 3 ബാക്കിയുള്ള ലെറ്റേഴ്സ് നമുക്ക് ഉൾക്കൊള്ളിക്കാം. അപ്പോൾ ഇതെന്ത് ചെയ്യുക, റിവൈസ് ചെയ്ത് നന്നായിട്ട് മനസ്സിലാക്കുക ഓരോ അക്ഷരത്തിനും വരുന്ന മാറ്റങ്ങൾ. എന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അറബി എഴുതാനും വായിക്കാനും കഴിയുള്ളൂ. ഖുർആൻ പാരായണത്തിനൊക്കെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വീണ്ടും കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ പാർട്ട് 3 ബാക്കി അക്ഷരങ്ങൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ അത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്ന മറ്റുള്ളവർക്കും കൂടി എത്തിക്കണം എന്നുണ്ടെങ്കിൽ ആവശ്യമുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.